നമസ്തേ. ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം സർപ്പദേവന്മാരുടെ സാന്നിധ്യത്തെക്കുറിച്ചാണ്. സർപ്പദേവന്മാരുടെ സാന്നിധ്യം, അസമയങ്ങളിലൊക്കെ സർപ്പദേവന്മാരുടെ സാന്നിധ്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവുന്നുണ്ട്. അത് ഭാഗ്യം ചെയ്യുന്ന ചില വ്യക്തികൾക്ക് നേരിട്ട് കാണാൻ പറ്റും. അല്ലാത്ത ആളുകൾക്ക് അതൊന്നും കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അതിലുപരി ഞാനിത് പറയാനുള്ളൊരു മെയിൻ കാരണം, ഈ എഴുജന്തുക്കൾ മഴ പെയ്യുന്ന സമയങ്ങളിലെല്ലാം നമ്മുടെ വീടിനകത്തൊക്കെ വന്ന് കയറാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ചില കാലക്കേട് പിടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഇതെല്ലാം വന്ന് കയറുന്നത്. പിന്നെ പ്രകൃതിദത്തമായി ഇതിൻ്റെയൊക്കെ ജീവൻ ത്യജിക്കാനായിട്ടുള്ളൊരു യോഗം നിൽക്കുന്ന സമയത്തുമായിരിക്കും നമ്മുടെ കൺമുമ്പിൽ വന്ന് കയറുന്നത്. അപ്പോഴാണ് അതുവരെ ഇല്ലാത്ത ധൈര്യം നമുക്കുണ്ടാകുന്നതും നമ്മളിതിനെ ആക്രമിക്കാൻ മുതിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിയുന്നതും അതിൻ്റെയൊക്കെ ഒരു പ്രായശ്ചിത്ത പരിഹാരങ്ങളൊക്കെ അറിയാവുന്ന തിരുമേനിമാരുടെ അടുത്ത് പോയി കണ്ട് പറഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മാറണം. അറിഞ്ഞൂടാതെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും. ഇനി ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി ഫലം നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. വളരെ ലാഘവപരമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിൽ നിന്ന് ഒരുപാട് ദോഷഗതികളും ഉണ്ടാവും. എന്നാൽ ഒരുപാട് സൽഗുണങ്ങളും നമുക്കുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ കണക്ക് കാവിൻ്റെ പരിസരത്ത് താമസിക്കുന്ന വ്യക്തികളായാലും, അതല്ല നമ്മളുടെ ദൈനംദിനമായിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വന്നു പോകുന്നൊരു സങ്കേതമുള്ള സ്ഥാനത്താണെങ്കിൽ പോലും ഈ എഴുജന്തുക്കളായിട്ടുള്ളതിനെ ഒന്നും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. അതിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുവന്ന് വിടത്തക്ക രീതിയിലുള്ളൊരു സമ്പ്രദായം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ കുറേ ശാപഗതികളിൽ നിന്നെല്ലാം മാറ്റം വരാൻ പറ്റും. അല്ലെങ്കിൽ വരുന്ന വിഷയം അത് സംബന്ധമായി ശരീരത്തിലെല്ലാം ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വന്ന് സ്പർശിച്ച് പിന്നീട് അതിൻ്റെ പുറത്ത് രോഗമായിട്ട് മാറി പിന്നെ ആ രോഗഗതികൾക്ക് വേണ്ടി ചികിത്സയ്ക്ക് പോവും. പിന്നെ സ്ഥാനത്ത് നമ്മളുടെ ഭക്തി മാറ്റിവെക്കേണ്ടി വരും. പിന്നീട് ആകെപ്പാടെ പ്രശ്നങ്ങളിലോട്ടായി മാറും. അപ്പോൾ ഇതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സർപ്പാരാധനയും സർപ്പദേവനെയും വാസുകിയായ തക്ഷകനായി നിൽക്കുന്ന, അനന്തനായിട്ട് നിൽക്കുന്ന, കാർക്കോടകനായി നിൽക്കുന്ന മഹാദേവനെ നമ്മൾ പ്രാർത്ഥിച്ച് അതിനോടുള്ളൊരു അനുബന്ധമായിട്ടൊരു യഥാശക്തി വഴിപാടുകളും ഒക്കെ ചെയ്ത് ഭഗവാന്റെ ഒരു പ്രീതീകരണവും അത് ആ ഒരു കാര്യത്തിന് വേണ്ടി പൂർത്തീകരണവും ഉണ്ടായാൽ ഇതിനപ്പുറം വേറെ ഒന്നും നമുക്ക് നേടാനില്ല. അപ്പം ഈ പറഞ്ഞ കണക്ക് കാവും കളരിയും ക്ഷേത്രവും ക്ഷേത്ര പരിസരത്തും താമസിക്കുന്ന വ്യക്തികളുടെ വീട്ടുകളിൽ ഏതെങ്കിലും കാരണവശാൽ എഴുജന്തുക്കൾ വന്നാൽ അതിനെ അവിടെ നിന്ന് മാറ്റാനായിട്ടുള്ള ശ്രമം നടത്തിക്കുകയോ, പക്ഷേ അടിച്ചു കൊല്ലാനും മറ്റു കാര്യങ്ങൾക്കും ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല. ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിലെ ഒരു പാമ്പ് ഇഴഞ്ഞു വന്നപ്പം അതൊരു പോട്ടിൽ ചെന്ന് കയറിയപ്പം അത് അടച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ മണ്ണെണ്ണ ഒഴിച്ച് കൊടുത്തു, തീയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അനുബന്ധമായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം കിടന്ന് അനുഭവിച്ചിട്ട് പിന്നെ അതിൻ്റെ ഇരട്ടി പരിഹാരം ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യത്തിലോട്ട് പോകേണ്ടി വരും. അപ്പം ഈ വീഡിയോ കേൾക്കുന്ന വ്യക്തികൾ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. വല്ലപ്പോഴും സർപ്പാരാധന ചെയ്യുന്നത് അത് ഇന്ന ജാതിയെന്നോ മതമെന്നോ നക്ഷത്രമെന്നോ തിഥിയെന്നോ കർത്തവാവെന്നോ അതിനൊന്നുമില്ല. അത് നല്ല ശുദ്ധതയോടുകൂടി നമ്മൾ പോയി, അതും സർപ്പക്കാവിൽ ഏറ്റവും മുമ്പിൽ പോയി നിൽക്കലും എത്രത്തോളം അകന്നു മാറി നിൽക്കുന്നു അത്രത്തോളം ചൈതന്യം നമുക്കുണ്ടാവുകയും എപ്പോഴായാലും ഒരു 4 മീറ്റർ ഗ്യാപ്പിലായിരിക്കണം നിന്ന് തൊഴുവേണ്ടത്. എങ്കിലേ അവരുടെ ആ പ്രസൻസ് നമുക്കുണ്ടാവത്തുള്ളൂ. ഇല്ലെങ്കിൽ അവർ വിചാരിക്കും അവരെ ഉപദ്രവിക്കാൻ ചെല്ലുന്നെന്നും പറഞ്ഞ് അവരിങ്ങനെ പുറകോട്ട് ഇങ്ങനെ ആഞ്ഞു മാറുമെന്നാണ് ഒരു ശാസ്ത്രവശം വേറെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈയും വീശി പോകാൻ പാടില്ല. സർപ്പക്കാവിൽ ചെന്ന് കഴിഞ്ഞാൽ തൊഴുകൈകളോടുകൂടി എത്രത്തോളം ദൂരം നിന്ന് തൊഴുന്നുവോ അത്രത്തോളം ചൈതന്യവും ഭക്തിയും നമുക്കുണ്ടാവത്തതേ ഉള്ളൂ. ഏറ്റവും അടുത്ത് കൈയും വീശി ഇങ്ങനെ ആട്ടി ചെന്ന് കഴിഞ്ഞാൽ അവർ വിചാരിക്കും അവരെ ഉപദ്രവിക്കാൻ ചെല്ലുന്നെന്നും പറഞ്ഞ് അവരുടെ ദൃഷ്ടി തന്നെ ഉയർത്തി കാണിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അവരുടെ കണ്ണ് അങ്ങ് തുറക്കുമെന്ന്.
അപ്പോൾ അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പേടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ദൂരെ മാറി നിന്ന് തൊഴുതിട്ട് പോകാമല്ലോ. അപ്പോൾ ഇതുമൊക്കെ ഒരു സാങ്കല്പികപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. പക്ഷേ എങ്കിലും ചില കാര്യങ്ങളിൽ സാങ്കല്പികമല്ല. കാരണം ഈ പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അതൊരു സാങ്കല്പികമല്ല. പക്ഷേ എങ്കിലും നമ്മളിതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് എനിക്കിതിൽ പറയാനായിട്ടുള്ളത്. അല്ലാത്ത പക്ഷം നമ്മൾ ഇതിലൊരുപാട് നമ്മളിങ്ങനെയുള്ള പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരും.